സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കുന്നംകുളം, വടക്കാഞ്ചേരി. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ, NDA സ്ഥാനാർത്ഥി റിജിൽ KR. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AC മൊയ്തീൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFന് നേടിക്കൊടുത്ത മണ്ഡലമാണ് കുന്നംകുളം. വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി, UDF സ്ഥാനാർത്ഥി വൈശാഖ് നാരായണസ്വാമി, NDA സ്ഥാനാർത്ഥി BJPയിലെ TS ഉല്ലാസ് ബാബു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സേവ്യർ ചിറ്റിലപ്പള്ളി LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെ എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലത്തിലെയും സമ്മതിദായ സ്ഥാനാർത്ഥികളെയും അവരുടെ മുന്നണികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക്. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും LDFനാണ് അവർ 1-ാം സ്ഥാനം കൊടുക്കുന്നത്, UDFന് 2-ാം സ്ഥാനവും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിന് UDF 1-ാമത്, LDF 2-ാമതും. ഇനി നമുക്ക് വടക്കാഞ്ചേരിയിലേക്ക് പോകാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, ഈ 2 ഘടകങ്ങളിലും LDF ആണ് 1-ാമത്, UDF 2-ാമത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ UDF 1-ാമതാണ്, LDF 2-ാമത്. നേതൃപാടവത്തിൽ LDF 1-ാമത്, UDF 2-ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDFന് 1-ാം സ്ഥാനം, LDF 2-ാമത്. സെമിയോട്ടിക്ക അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി നമുക്കായി പ്രവചിക്കുകയാണ് കുന്നംകുളം ആര് നേടും. കുന്നംകുളത്ത് വ്യക്തമായ LDF മുന്നേറ്റം, 45.91% വോട്ട് വിഹിതം. ഇതാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 36%, NDA സ്ഥാനാർത്ഥിക്ക് 18% വോട്ട് വിഹിതവും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. വടക്കാഞ്ചേരിയിലെ വിജയി ആരാണ് എന്ന് നമുക്ക് സെമിയോട്ടിക്കയോട് ചോദിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ഭൂരിപക്ഷം, 43.14% വോട്ട് വീതം. UDF സ്ഥാനാർത്ഥിക്ക് 39% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് 18% വോട്ട് വീതവും സെമിയോട്ടിക്ക പ്രവചിക്കുക. ഇതുവരെ സെമിയോട്ടിക്ക നടത്തിയ പ്രവചനങ്ങളെല്ലാം നമുക്ക് സംക്ഷിപ്തമായി ഒന്ന് കാണാം. നോർത്ത് കേരളയിൽ 48 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുള്ള UDF മുന്നേറ്റം. 30 മുതൽ 36 മണ്ഡലങ്ങൾ UDFനൊപ്പം, 11 മുതൽ 17 മണ്ഡലങ്ങൾ LDFനൊപ്പം. NDA 1 സീറ്റ് നേടുവാനുള്ള സാധ്യത വളരെയധികം. മധ്യ കേരളത്തിൽ ഏകദേശം UDFും LDFും ബലാബലം. 21 മുതൽ 26 സീറ്റുകൾ UDFന് അനുകൂലം, LDFന് 22 മുതൽ 27 സീറ്റുകൾ, NDA 2 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ UDFന് 13 മുതൽ 17 സീറ്റുകളും, LDFന് 23 മുതൽ 27 സീറ്റുകളും, NDAക്ക് 2 മുതൽ 3 സീറ്റുകളും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. മൊത്തം 137 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക നമുക്കായി പ്രവചിച്ചിട്ടുള്ളത്. UDFന് 64 മുതൽ 79 മണ്ഡലങ്ങൾ, LDFന് അനുകൂലമായി 56 മുതൽ 71 മണ്ഡലങ്ങൾ, NDAക്ക് 2 മുതൽ 6 മണ്ഡലങ്ങൾ. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Good day to everyone.